നമ്മൾ സാധനങ്ങൾ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് മേടിച്ചുകൊണ്ട് കേട്ടോ. തേങ്ങയില്ല, വണ്ടി നിറച്ച് സാധനങ്ങളാണ്. ഞാൻ നോക്കി നിൽക്കുമെന്ന് പറയണ്ട, വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ടേ? ഫ്രണ്ടിലുണ്ട്, അത് ഞാൻ എടുക്കാം. അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടെത്തിച്ചു. ഇനി നമുക്കിതെല്ലാം കവറിലേക്കൊക്കെ ആക്കണം. ചായപ്പൊടി കേട്ടോ, ഇത് ഉപ്പ്, ഇത് വെളിച്ചെണ്ണ. അതാ ഞങ്ങൾക്ക് 3 ചാക്ക് അരിയുണ്ട്, 1 ചാക്കൂടെ അരി വരാനുണ്ട്. ആ അരി ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം എത്തും. ഇങ്ങനത്തെ പാക്കറ്റ് റേഷനറി കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെ, ഞങ്ങൾ എന്തോ റേഷനരി ഒക്കെ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നത് കുറേ കമൻറ്റൊക്കെ കണ്ടായിരുന്നു. ഞാൻ കൊണ്ട് റേഷനരിയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് റേഷനരി വരുമോയെന്ന് എനിക്കറിയില്ല. ഇതിന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ ഈ പാക്കറ്റിനകത്തൊക്കെ റേഷനരി വരുമോയെന്ന് ഞങ്ങൾക്കറിയില്ല. അതെ, പേര് കാണിച്ചു തരാം. നമ്മൾ കൊടുത്താൽ നല്ലതേ കൊടുത്ത് ശീലിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് അങ്ങനെ റേഷനരി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അരി കേട്ടോ. ഈ പാക്കറ്റിനകത്ത് നമുക്ക് റേഷനരി വരുമോയെന്ന് എനിക്കറിയില്ല. വരുവാണെന്നൊന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ അടുത്ത പ്രാവശ്യം അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചത്. വെളിച്ചെണ്ണ ഇത് സെയിം നമ്മുടെ പായസ കിറ്റ്. പിന്നെ ഇനി വരാണ്ട് വരാണ്ട്. ഇനി ഇത് സോപ്പ്, നമുക്ക് സോപ്പ്. ആ വെളുത്തുള്ളി നോക്കണ്ട, അത് ഞാൻ അച്ചാറിടാൻ വേണ്ടി മേടിച്ച് വെച്ചേക്കാം. ഇതെന്തുവാ, ഇത് ഉപ്പ്, ഇത് പപ്പടം, പിന്നെ ഇത് ചായപ്പൊടി, ഇത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി. ഇനി പച്ചക്കറി വരാനുണ്ട്, 1 ചാക്ക് അരി വരാനുണ്ട്, നമുക്ക് ചിപ്സ് വരാനുണ്ട്, ഓണക്കൊടി വരാനുണ്ട്, ഓണക്കൊടി വരാനുണ്ട്, ചിപ്സ് വരാനുണ്ട്, 1 ചാക്ക് അരി നമുക്ക് വരാനുണ്ട്. അപ്പം ഞാനൊന്ന് ഈ പ്രാവശ്യം ഭയങ്കര വില കൂടുതലാട്ടോ സാധനങ്ങളൊക്കെ. ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാലക്കുടി കയറി കേട്ടോ. അപ്പോൾ അവിടുത്തെ നക്ഷത്രയിൽ കയറി. ഞാൻ അവിടെയാണ് സ്ഥിരമായിട്ട് ത്രെഡൊക്കെ ചെയ്യുന്നത്. മുടിയൊക്കെ ഒന്ന് എൻ്റെ സ്മൂത്തൊക്കെ ചെയ്ത് തരുന്ന ചേച്ചി അതാണ്. അപ്പോൾ ഞാൻ അവിടെ ചേറി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിമിഷ ഈ പ്രാവശ്യം കിറ്റ് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊടുക്കുന്നുണ്ട് ചേച്ചി, ഇതാ എന്നെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഒരു 3 കിറ്റിനുള്ള പൈസ ആ ചേച്ചി എനിക്ക് തന്നു. ഭയങ്കര സന്തോഷമായി. ഒരു 5-6 കിറ്റിനുള്ള എമൗണ്ട് എൻ്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ആഗ്രഹിച്ചത് കൊടുക്കണമെന്ന് ഭയങ്കര വാശിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചി ഒരു 3 കിറ്റിനുള്ള പൈസ എനിക്ക് തന്നു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് വരാണ്ട് കേട്ടോ, സാധനങ്ങൾ ഇനി വരാണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി പാക്ക് ചെയ്യണം ഓരോ കിറ്റിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ.